ഞായറാഴ്ച വൈകിട്ട് പാലക്കാട് കൊപ്പത്ത് ഹരിഹരകുന്ന് ക്ഷേത്രത്തിൽ നടന്ന പൂരമഹോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് രണ്ടുപേർക്ക് കുത്തേറ്റത്. കോർമോത്തുപടിയുടെ വേലവരവിനിടെ യുവാക്കൾ ബൈക്കുമായി എത്തിയത് ചോദ്യം ചെയ്തുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. വേലാഘോഷ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട വല്ലപ്പുഴ സ്വദേശി പ്രകാശ്, കോർമത്തുപടി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. വാക്ക് തർക്കത്തിന് പിന്നാലെ ഒരു സംഘം യുവാക്കൾ വേലാഘോഷത്തിനിടെ കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തുകയും ഇതിൽ ഒരാൾ ഇരുവരെയും ആക്രമിക്കുകയുമായിരുന്നു. പ്രകാശിന് മുതുകിലും ചുണ്ടിനും കുത്തേറ്റു. വിഷ്ണുവിന്റെ മുഖത്താണ് പരിക്കേറ്റത്. ആക്രമണത്തെ തുടർന്ന് ഉടൻ തന്നെ ഇരുവരെയും കൊപ്പത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഡിവൈഎഫ്ഐ നേതാക്കളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഇന്നലെ അരവത്ത് നടന്ന പൂരത്തിൽ കോർമത്തോടി ദേശത്ത് വെച്ച് ഈ ലഹരി മാഫിയയുടെ ഏതാനും ചില ഗുണ്ടകൾ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നിരന്തരമായി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയും ഇത്തരം ലഹരി മാഫിയയ്ക്കെതിരെ യോഗങ്ങളും അതേപോലെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം ഡിവൈഎഫ്ഐ തീർത്തു വരുന്നതിൻ്റെ വൈരാഗ്യ ബുദ്ധി മുന്നിൽ കണ്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കോർമത്തോടി യൂണിറ്റ് ട്രഷറർ അടക്കമുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കളെയാണ് ഇന്നലെ ലഹരി മാഫിയ ആക്രമിച്ചിരിക്കുന്നത്. അവിടെ കോർമത്തോടി ദേശത്തുള്ള സകല ജനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഇന്നലെ ആ ലഹരി മാഫിയയുടെ ഏതാനും ചില ആളുകളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയാണ് ഇന്നലെ ചെയ്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ഇന്നലെ കാര്യമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം പ്രദേശത്തെ ലഹരി മാഫിയകളാണ് തങ്ങളെ ആക്രമിച്ചതെന്നാണ് പരിക്കേറ്റവർ ആരോപിക്കുന്നത്. അവരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ആ കത്തി ഇരുട്ടിൻ്റെ പറവിൽ ഞങ്ങളെ കണ്ടിട്ടില്ല. അതെടുത്ത് വീശി ഇവൻ്റെ നേരെ. അപ്പോൾ ഇവനത് തടുക്കണ്ടായത്. അപ്പോൾ അവന് കുത്തുവെട്ടിയിട്ടുണ്ട്. മുഖത്ത്, പുറത്ത്, അതുപോലെ തന്നെ ഇവൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം നല്ല സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. അവരൊരു 4-5 പേരുണ്ടായിട്ടുണ്ട്. അതിൽ ഈ 2 പേരാണ് കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ എന്താണ് ഈ ആളുകൾ കൂടുതലുള്ള കമ്മിറ്റിയിലെ ആളുകളുള്ള കാരണം അവരെ പിടിച്ച് കീഴ്പ്പെടുത്തിയിട്ട് നമ്മൾ പോലീസിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസിനെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ കയ്യിൽ നിന്ന് കത്തി ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. പരിക്കേറ്റവരുടെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി കൊപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സി മലയാളം ന്യൂസ്, പാലക്കാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.